3 പേരോട് എണീറ്റേ. ഇനി ഇവിടെ ഇരുന്നാലേ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഒക്കെ വരും. അതുകൊണ്ട് പോലീസ് വരുന്നവർ ആ മുറി കയറി. ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ? നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ചേച്ചി ഇവിടെ നടന്ന പോക്കട്ടെ പ്ലീസ്. ഞാൻ നോക്കിക്കോളാം. ചേച്ചി പ്ലീസ് ചേച്ചി, വീട്ടിലറിഞ്ഞ സീനോ? നിങ്ങള് സാറൊന്ന് പറ. നാലും കൂടി ചേർന്നുള്ള പണിയായിരുന്നല്ലേ ഇത്? എടി നിന്നെ ഇത് ഞാൻ ഇതാരാ? നിങ്ങളുടെ കാര്യമില്ലയോ? ഞങ്ങൾ അല്ല കുര്യാക്കോസേ, ഞാൻ രാത്രിയിലൊന്നുമല്ല പട്ട പകല ഇങ്ങോട്ട് കയറി വന്നു. അത് അച്ചായം വിളിച്ചിട്ട്. ഹണി വന്നത് എനിക്ക് സർപ്രൈസായി. കുറെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. അയ്യോ, ഞാൻ മദ്യപിക്കില്ല. ആണോ? അതന്നെ. ഒരു ചിയേഴ്സ് പറയാം. ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഹണിക്ക് എന്നാ വേണം? എത്ര ജ്യൂസാ വേണ്ടേ? ഇതില് മയങ്ങാനുള്ള പൊടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഹണിയോട് ഞാനോ? എത്രയോ പ്രാവശ്യം ശിവാസ് അടിച്ചേക്കുന്നു. പക്ഷെ ഈ പെഗിന് ഒരു ഹണിയുടെ ടേസ്റ്റാ. റിയലി. വൈഫ് അങ്ങ് അമേരിക്കയില, മോള് കാനഡയിലും. അവരവിടെ അടിച്ചു പൊളിക്കുന്നു, ഇവിടെ ഞാനും. മക്കളെ, ജീവിതം പൊട്ടുകുറ്റി പോലെയാണ്, പ്രണയം പൊട്ടുപോലെ. അതുകൊണ്ട് ഓരോ പുരുഷനും പൊട്ടുകുത്തിയിടാനുള്ള തവിക്കണയാവുക. അച്ചായൻ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന എന്നാന്നറിയത്തില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കണം. എന്നാ ബാ. എനിക്കെന്നെ പേടിയാന്നോ? ഏയ്, ഈ ആഘോഷം അച്ചായൻ ഒരിക്കലും മറക്കില്ല. എന്നാ പിന്നെ ബാ. ഇതെന്നാ ഇത്? തലയ്ക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് ആകെ 2 പെഗല്ലേ കഴിച്ചോളൂ. നമ്മളെ കമോൺ. ഇത് ഏത് വൃത്തിയട്ടവനാന്നേ ഈ നേരത്ത്?
സാറിനെ കണ്ടില്ലേ? ഇല്ല, ഞാനവിടെ ബെല്ലടിച്ചു, ആരും വലോടുന്നില്ല. സാറിന്റെ കാർ അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പെങ്കൊച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. സാറ് വാ, നമുക്ക് നോക്കാം. ഞാൻ എന്നാ ചെയ്തിട്ടാ ഹണിമോളെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ ഹണിയും കുണിയൊന്നുമില്ല. പിന്നെ ആരാ? എൻ്റെ പേര് അഞ്ജലി. മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത അച്ഛനാ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു അലയൻസ് വരുമെന്ന് വിചാരിച്ചില്ല. ചേച്ചി, അമ്മ വിളിക്കുന്നു. ഞാൻ വരുവാ. ഇതാണ് ഈ കാരണവന്മാരുടെ സ്വഭാവം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും പറയും, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുകയും ചെയ്യും. അച്ഛാ, വേണ്ട വേണ്ട, വരണ്ടെന്ന് പറയാൻ നിന്നാ. കല്യാണം കഴിഞ്ഞാൽ ഈ വർത്തമാനം നടക്കത്തില്ലല്ലോ. അച്ഛൻ ഫ്രണ്ട്ലി ആണല്ലേ? ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്കൊന്നും മനസ്സിലാവണില്ല വിജേഷ്. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഞാനൊരു ഫോട്ടോ കണ്ടു. എൻ്റേതല്ലാത്ത എൻ്റെ മുഖമുള്ളൊരു ഫോട്ടോ. അതവിടെ എത്തിയത് താൻ കാരണോ? ആ, അതൊക്കെ ഇരിക്കട്ടെ. എന്തായിടോ തൻ്റെ മകൻ്റെ കല്യാണക്കാര്യമൊക്കെ? കല്യാണമൊക്കെ ഉറപ്പിച്ചു. ആഹാ, എല്ലാം പെട്ടെന്നായിരുന്നു. താൻ എന്റെ മരുമോളെ കണ്ടില്ലല്ലോ. ഇല്ല. ഇതാണ് കുട്ടി. നോക്കട്ടെ. കൊള്ളാം. ജോസഫേ, ഇവളുടെ ഈ ഫോട്ടോയെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ? ഇവളുടെ കിടിലം ഫോട്ടോസ് ഉണ്ട് വേറെ. നടക്കട്ടെ നടക്കട്ടെ, എൻജോയ് എൻജോയ്. അയാളെന്താ ജോസഫ് അങ്ങനെ പറഞ്ഞേ? താനിന്ന് പോയി ചോദിച്ചേ. ഡോക്ടറെ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഒത്തിരി പേഷ്യൻസ് ആണ്. മടുപ്പായി തുടങ്ങിയോ? മടുപ്പായി തുടങ്ങി. എന്നാ പിന്നെ അങ്ങ് നിർത്തിയരേ. എന്താ ഒരു സോഡ എടുത്ത്. കുര്യാക്കോസേ, തനിക്ക് എങ്ങനെയാ പെണ്ട ഫോട്ടോ കിട്ടിയത്? എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയാൻ മേല. എന്റെ ഏതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാ. ഒന്ന് കാണിച്ച്. ഓ, ഇതിപ്പോ ഇതിന്നൊക്കെ തപ്പിയെടുക്കാന്ന് വെച്ചാ വലിയ മെനക്കെടാ. ഏതാണ്ട് 1.5 ലക്ഷം ഫോട്ടോസ് ഉണ്ട് ഇതിനകത്ത്. ആ, ഇവളല്ലേ അവള്? അതിന്റെ കൂടെ താൻ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ അതിന്റെ ഒരു സത്യാവസ്ഥ പോലും നോക്കാതെ എന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞത്. നിങ്ങളുമായി വേറെ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് പുള്ളി എനിക്ക് അത്ര വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി. സംശയം നിങ്ങൾ കുര്യാക്കോസിനോട് ചോദിക്കും. ഇല്ല, എനിക്ക് അയാളുടെ നമ്പർ ഞാൻ അയച്ചു തരാം. ശരി. അന്നാടോ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ടാക്കിയതും ഞാൻ ഹണിയായതും തന്റെ പുറകെ കൂടിയതും.